ഹായ് നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് പ്രൈം സ്റ്റോണിലൂടെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന വിവിധ വലുപ്പത്തിലുള്ള ചെങ്കല്ലിൻ്റെ ക്ലാഡിംഗ് ടൈൽസും അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ ലേയിങ് മെത്തേഡ്, ഇതിനുപയോഗിക്കേണ്ട ഗം അദസീവുകൾ അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ കൂടെ ശ്രദ്ധിക്കുക. നമുക്കിപ്പം ഒന്ന് പറയാൻ പോകുന്ന മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ചെങ്കല്ലിൻ്റെ ക്ലാഡിംഗ് ടൈൽസിൻ്റെ നമുക്ക് ഇപ്പം വലുപ്പം വരുന്നത്. വലുപ്പം മീൻസ് നമുക്ക് ഡിസൈൻ വരുന്നത്. ഇതിനകത്ത് ഒന്ന് നമുക്ക് ഈ ഒരു ഇത്തരത്തിൽ നീളത്തിൽ ഒരു കല്ലിൻ്റെ അതേ രൂപത്തിലാണ് വരിക. 12 ഇത് വരുന്ന സൈസ് 12 ഇഞ്ച് നീളം 6 ഇഞ്ച് വീതിയാണ്. ഈ ഒരു ഇതിൽ തന്നെ 12/7 വരുന്നുണ്ട്. പിന്നെ 15/9, 18/9, 21/9, 24/9 ഇത്തരം സൈസുകളാണ് നമുക്ക് ക്ലാഡിംഗ് ടൈൽസിൽ ഈ ഒരു രൂപത്തിൽ വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഇതിൻ്റെ ചെറിയൊരു രീതിയിലുള്ളതാണ്. ഇത് ഇത്തരത്തിലുള്ള നമുക്ക് സൈസാണ്. ഈ വരുന്ന സൈസ് 7/7 ആണ്. ഇതിൽ തന്നെ നമുക്ക് 6/6 വരുന്നുണ്ട് സ്ക്വയറായിട്ട്. ഈ ഒരു രണ്ട് പാറ്റേണിലാണ് ഈ ഒരു ഡിസൈനിലുള്ള ചെങ്കല്ലിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ടും നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത് പറഞ്ഞാൽ ഈ കല്ലിൽ തന്നെ രണ്ട് നിറവ്യത്യാസങ്ങളാണ് വരുന്നത്. നമുക്കിപ്പോൾ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ യെല്ലോ, നമ്മളുടെ മഞ്ഞ ചെങ്കല്ല് ടൈൽസ്, അതേപോലെ തന്നെ അടുത്ത് വരുന്നത് റെഡായിട്ടുള്ള നല്ല ചുവപ്പായിട്ടുള്ള ചെങ്കല്ല് ടൈൽസ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ചെങ്കല്ല് ടൈൽസിനെ നമുക്ക് വരുന്നത്. ഇത് മാർക്കറ്റിൽ എല്ലാ സമയത്തും യെല്ലോ ഒന്നും അവൈലബിൾ ആയിട്ടില്ല. അധിക സമയങ്ങളിലും വരുന്നത് നമുക്ക് ഈ ചുവപ്പും യെല്ലോ മിക്സും ആയിട്ടുള്ളതൊക്കെയാണ് വരുന്നത്. ഇത് ലേയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മളുടെ ടൈൽ അദസീവുകൾ, ക്വാളിറ്റി കൂടിയ ഗ്രേഡ് കൂടിയ ടൈൽ അദസീവുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശരിക്കും സ്കിൽഡായിട്ടുള്ള ലേബർ ഉപയോഗിച്ച് ചെയ്യുക. കാരണം സാധാരണ എല്ലാ ടൈൽ വർക്കേഴ്സും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല. ഇതിൻ്റെ സ്കിൽഡായിട്ടുള്ള ഇതിനെക്കുറിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത ആളുകൾ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് നമുക്കിതിൻ്റെ ഭംഗി കൂട്ടുകയുള്ളൂ. പിന്നെ നമുക്കിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൺസ് ഇത് ലേയിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു 2 days 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ലോണം നമ്മളുടെ ഇതിൻ്റെ ഡിറ്റർജൻറ്റുകൾ ഉപയോഗിച്ചിട്ട്, ഇപ്പം സർഫ് പോലത്തെ എന്തെങ്കിലും ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് നല്ലോണം പോളിസ്റ്റർ ക്ലോത്ത് ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് ഒരു 2 ദിവസം ഇത് വെള്ളമൊന്നും പറ്റാണ്ട് ആ വെള്ളത്തിൻ്റെ നനവ് പോയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിന് ക്ലിയർ വരുന്നുണ്ട്. ഒരു വാട്ടർ ബേസ് ക്ലിയർ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. വാട്ടർ ബേസ് ഇപ്പോൾ നമുക്ക് പ്രൈം സ്റ്റോണിലൂടെ തന്നെ വരുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രൈം സ്റ്റോണിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലിയർ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് വരുന്നത് ഇപ്പം ഈ ഒരു ക്ലിയർ എല്ലാം വരുന്നത് ഒരു നമുക്ക് സിംഗിൾ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്പെറൻ്റായിട്ട് നിൽക്കുന്ന ഗ്ലോസി അല്ലാത്ത ഒരു സെമി ഗ്ലോസി ആയിട്ടും, ഇപ്പം ചില ആളുകൾക്ക് ഗ്ലോസി നിറമാണ് ഇഷ്ടം. അപ്പം ഡബിൾ കോട്ട് അടിച്ചിട്ട് നമുക്ക് ഗ്ലോസി നിറവും ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പം നിങ്ങൾ പ്രൈം സ്റ്റോണിലൂടെ നമ്മളുടെ ചെങ്കല്ല് ടൈൽസ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ നമ്മളുടെ മെറ്റീരിയൽ വരുന്നത്, ഇപ്പം നമ്മൾ ക്ലാഡിംഗ് ടൈൽസ് എല്ലാം വരുന്നത് ഇത്തരത്തിലുള്ളൊരു പാക്കിംഗ് ആയിട്ടാണ് വരുന്നത്. ഇത് ബോക്സ് നേരെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈൽ ഗം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിശ്രിതം ടൈലിൻ്റെ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് നേരെ വോളിലേക്ക് അത് ശരിക്കും ചെയ്യുന്ന ലേയിങ് മെത്തേഡുകൾ കൂടി ഉണ്ട്. അത് പ്രോപ്പറായിട്ട് നമുക്ക് ഈ ടൈലിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ടൈലിൻ്റെ ബാക്ക് വശത്ത് ഇപ്പോൾ ഇതിനെല്ലാം പണിക്കെല്ലാം പറ്റുന്ന ചീപ്പ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് ഉപയോഗിച്ച് ടൈലിൻ്റെ പ്രതലത്തിലും അതേപോലെ തന്നെ ഭിത്തിയിലും നമുക്ക് ചീപ്പ് വലിച്ചു കൊടുത്തിട്ട് ഈ ക്ലാഡിംഗ് ടൈൽസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് ഇളകി പോരത്തില്ല. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇപ്പം ഈ മോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത്. ഇത് തീർച്ചയായിട്ടും നമുക്ക് മോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്കതിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ പ്രൈം സ്റ്റോണിലൂടെ നമ്മളിപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഇത് മാനുഫാക്ചറിങ് ചെയ്ത് വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ ബോക്സ് പാക്കിങ് ചെയ്ത് വരുന്നത് ചെറിയൊരു നനവ് വയ്ക്കും. കാരണം അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൈൽ അദസീവായിട്ട് ഇത് പക്ക ബോണ്ടിങ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ബോക്സ് പാക്കിങ്ങിൽ തന്നെ ചെറിയൊരു നനവോട് കൂടിയിട്ടാണ് ഇത് ബോക്സ് പാക്കിങ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന സംശയങ്ങളാണ് ഇത് ഇൻറ്റീരിയറിൽ ചെയ്യാൻ പറ്റുമോ എക്സ്റ്റീരിയറിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. നമുക്കിപ്പോൾ തീർച്ചയായിട്ടും ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും എല്ലാം ഒരേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് ടൈൽസ്. ഇത് നമുക്കിപ്പോൾ വാളിൽ നമ്മൾ ചെയ്തു വെക്കുന്നത് കാരണം നമുക്കിപ്പം
യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നമ്മളിത് ശരിക്കും വീടിൻ്റെ പുറത്ത് നമ്മൾ ലെയറായിട്ട് കൊടുക്കുമ്പോൾ ശരിക്കും ഒരു തണുപ്പ് കിട്ടാനുള്ള ഒരു കവചമായിട്ട് തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമുക്ക് പുറത്തത്തെ ചൂട് ഇതിൽ നമ്മളെ ലാറ്ററൈറ്റ് അധികമായിട്ട് ഒബ്സർവ് ചെയ്യില്ല. അത് കാരണം നമ്മളെ വീടിനകത്തുള്ള നല്ല നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു തണുപ്പ് ഒരു പരിധിയെങ്കിലും ഇത് നിലനിർത്താൻ പറ്റുന്നതാണ്. പിന്നെ ഇത് പുറത്ത് എക്സ്റ്റീരിയറിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വല്ല പ്രശ്നവും ഉണ്ടോ എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഒന്നും പേടിക്കേണ്ടാത്ത ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് വാളോ ഗേറ്റിൻ്റെ പില്ലറോ അല്ലെങ്കിൽ ഷോ വാളിലോ നനയുന്ന സ്ഥലങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മഴ പെയ്ത് വെള്ളം ഒലിച്ച് പോകുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമുക്കിതിൻ്റെ പ്രശ്നമുള്ളൂ. അല്ലാണ്ട് നോർമലി നമ്മളൊരു മഴക്കാലം ഒരു സീസൺ വന്ന് പോകുന്ന മഴക്കാലത്തൊന്നും നമ്മൾ ദൂരെ കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ അത്രത്തേക്ക് പ്രൊട്ടക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൈം സ്റ്റോണിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ക്ലിയറിൻ്റെ വാട്ടർ ബേസ് ക്ലിയറാണ്. ആ ക്ലിയർ ഒരു വാട്ടർ പ്രൂഫ് കൂടിയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഇതിൻ്റെ മുകളിൽ വെള്ളമൊന്നും നിൽക്കത്തില്ല. അത് കാരണം നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ അവൈലബിലിറ്റിയാണ്. അത് കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റുമോ, നമ്മളെ മെറ്റീരിയൽ എവിടെയെല്ലാം കിട്ടും എന്നൊക്കെ ഉള്ളത് ഒരു സംശയമുണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മളിപ്പം നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നത് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രിവാൻഡ്രം വരേക്ക് നമുക്ക് വാഹനങ്ങളിൽ ക്ലബ് ചെയ്ത് മെറ്റീരിയൽ അയക്കാൻ പറ്റും. അത് നമുക്കിവിടെ കേരളത്തിൽ തന്നെയുള്ള മറ്റുള്ള വാങ്ങിക്കുന്ന ആളുകളുടെ കൂടെ ക്ലബ് ചെയ്ത് വിടാൻ പറ്റും. ഇനി അതല്ലാണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി നമുക്കൊരു വാഹനത്തിലേക്ക് ഒരു ലോഡ് ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ സിംഗിൾ ലോഡിൽ തന്നെ നമുക്ക് കയറ്റി അയക്കാൻ പറ്റുന്നതാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കേജ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം സാധാരണയായിട്ട് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ഫാക്ടറിയിൽ നിന്ന് കയറ്റിയിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നവരെ നമുക്ക് ഇങ്ങനത്തെ ബോക്സ് പാക്കിങ്ങിലാണ് വരുന്നത്. അത് കാരണം ഒരു കംപ്ലയിൻറ്റും കൂടാണ്ട് തന്നെ നിങ്ങളുടെ സൈറ്റുകളിൽ നമ്മൾ ഈ മെറ്റീരിയൽ എത്താൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് കേരളത്തിന് പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓൾ ഇന്ത്യ തന്നെ മെറ്റീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി കസ്റ്റമേഴ്സ് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ഇവർക്ക് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് കൊടുത്തയക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ക്ലബ് ചെയ്ത് അയക്കാനുള്ള കുറച്ച് സാവകാശം വരും. അത് ചില ഭാഗങ്ങളിലേക്കൊക്കെ കുറച്ച് അധികം സമയമെടുക്കും. കാരണം ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരുപാട് അകലെയുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പം ഈ കുറഞ്ഞ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്കത് കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ആർക്കും നമുക്ക് മെറ്റീരിയൽ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഈ ലാറ്ററൈറ്റിന് നമ്മളുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കുമോ എന്നൊക്കെയുള്ളത് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും കൊടുക്കാം. നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഗ്യാരണ്ടി കൊടുക്കാം. കാരണം ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ നോക്കിയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതാണ് നമ്മളുടെ ഈ കാണിക്കുന്ന നമ്മൾ പ്രൈം സ്റ്റോണിലൂടെ സപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിങ് തുടങ്ങിയിട്ട് എന്ത് പ്രൊഡക്റ്റിനും നമുക്ക് എത്ര വർഷം വേണമെങ്കിലും വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്.